മനക്കോട്ട എന്ന പേര് നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? അതിൻ്റെ തുടക്കം എവിടുന്നായിരുന്നു? അതിനൊരു തുടക്കം ശരിക്കും പറഞ്ഞ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കിട്ടിയതാണ്. ചാനൽ തുടങ്ങണമല്ലോ, അതിലെല്ലാം ഇല്ലേ. നമ്മൾ മനക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മനക്കോട്ട. എല്ലാവരും പറയും അതെന്തൊരു നെഗറ്റീവ് വാക്കല്ലേ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, മനക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത സ്വപ്നങ്ങൾക്ക് ആരും പറഞ്ഞാൽ നടക്കാത്ത. മനക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ കെട്ടിപ്പടുക്കുന്ന കോട്ട എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്. നീ കുന്നോളം ആഗ്രഹിക്കുക അത് ഈ പറഞ്ഞ ഇങ്ങനെ മനക്കോട്ട കെട്ടി കഴിഞ്ഞാൽ അത് പൊളിയാനുള്ള സ്വപ്നമാണെന്ന് ആൾക്കാർ ശരിയാണ്, പൊളിഞ്ഞിട്ടുമുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിയിരിക്കുമ്പോൾ അത് പൊളിയും, വീണ്ടും കയറും. അങ്ങനെ ലൂപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമാണ്. ശരിക്കും അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രീം വർക്സ് എന്ന് പറഞ്ഞാൽ ഡ്രീം വർക്സ് കമ്പനി അറിയില്ലേ, അവരുടെ ലോഗോ കണ്ടിട്ടില്ലേ? ഒരു ചന്ദ്രൻ്റെ മുകളിലിരുന്നിട്ട് ഒരുത്തൻ ചൂണ്ടയിടുക അല്ലേ, അതിൽ ഡ്രീം വർക്സ് അതിനെയല്ലേ ശരിക്കും പറഞ്ഞാൽ. ചന്ദ്രൻ്റെ മുകളിലിരുന്ന് ചൂണ്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനക്കോട്ടയാണ്. ചിന്തിച്ച് അങ്ങനെ കോട്ട കെട്ടാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സ്വപ്നം മാത്രമാണ് മനക്കോട്ട. ഒരു ദിവസം രാവിലെ ചാനലിനൊരു പേര് കിട്ടണമെന്നില്ല എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് വന്ന് എനിക്കിപ്പോഴും അറിയില്ല. പെട്ടെന്ന് മനക്കോട്ട അത് കേട്ടപ്പോൾ തന്നെ അതിൽ എല്ലാവർക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും അതിൻ്റെ ഫീൽ ഉൾക്കൊള്ളാൻ പറ്റും. അർപ്പിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം മനക്കോട്ട അത്രത്തോളം നമുക്കിതുവരെ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാണ്ടിരുന്നിട്ടില്ല. കുട്ടിക്കാലം തൊട്ടേ ഇതിനു വേണ്ടി ശ്രമിച്ച് എല്ലാവരും എടാ നീ എന്തെങ്കിലും ഒന്ന് ആവും, ഉറപ്പായിട്ടും ആവും, അങ്ങനെ കേട്ട് വളർന്ന ആളാണ്. ഒരാളും എന്നെ തളർത്തിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് വലിയൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ചിലർ എന്താ പറയുക, എല്ലാവരും കൂടുതൽ ഞാനൊക്കെ ഒരുപാട് എല്ലാവരുടെയും ഇത് ചീത്തവിളിയൊക്കെ കേട്ടാണ് ഈ ലെവലിൽ അല്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കം തൊട്ടേ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തേ അർപ്പിത് നീ എന്താടാ ശരിയാവാത്തേ അങ്ങനെ ചോദിക്കണേ. അതാ പ്രശ്നം. അങ്ങനെ കേട്ട് സ്വപ്നം കണ്ടാണ് എവിടെ എത്തിയെന്നൊന്നുമല്ല പറയണത്, ഇപ്പം ഇങ്ങനെയെങ്കിലും എത്തിയില്ലേ. അതിൻ്റെ ഒരു പേരിൽ അതാണ് മനക്കോട്ട. സ്വപ്നങ്ങൾ മനക്കോട്ട കിട്ടുക. ആ നമ്മുടെ മനക്കോട്ട എന്ന ലോഗോ തൊട്ട് എല്ലാ സാധനത്തിലും ആ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ. ആ മനക്കോട്ട എൻ്റെ സ്വപ്നം സിനിമയുടെ റീല് കിടന്ന് കറങ്ങുന്നുണ്ട്. അത് തന്നെയാണ് ആ മനക്കോട്ടയ്ക്കകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ഫിലിമിൻ്റെ ഒരു സാണ്ട് കോട്ടയുണ്ട്. അത് ആ ലോഗോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ എനിക്കിപ്പോൾ ലോഗോ ഒരിക്കലും എൻ്റെ ലോഗോ മിനിമലല്ല. ഇപ്പം കാണുമ്പോൾ എനിക്ക് ലോഗോ മാറ്റിയാലോ എന്നുള്ള ആഗ്രഹമുണ്ട്. അന്ന് നമ്മൾ അങ്ങനെയല്ലോ, ചാനൽ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ലോഗോ ഉണ്ട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ലോഗോയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് അത് കുറച്ച് രജിസ്റ്റർ ആയി, അതുകൊണ്ട് എനിക്കത് മാറ്റാൻ ഒരു പ്രയാസമുണ്ട്. രസമുണ്ടല്ലേ? അപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനറൂടാ. ഗ്രാഫിക് ഡിസൈൻ എനിക്ക് അങ്ങനെ പറയാനൊരു പ്രയാസമാണ്. ഓക്കെ. എന്നെക്കാൾ നന്നായിട്ട് ഡിസൈൻ ചെയ്യിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഒരു ചില പോസ്റ്റർ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, നമ്മുടെ അസോസിയേറ്റ് ശരത്ത്, അവൻ എന്നെക്കാൾ നന്നായിട്ട് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന എനിക്കറിയാം. എബിൻ ബ്ലോഗ്സ് എന്നെക്കാൾ നന്നായി കളർ ഗ്രേഡ് ചെയ്യുന്ന എനിക്കറിയാം. അപ്പം ഞാനൊരു ഗ്രേഡിങ് ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രയാസമാണ്. അയ്യോ എബിനൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെ, ശരത്ത് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയും. അങ്ങനെ സംഭവമുണ്ട്. ഇപ്പം എൻ്റെ വർക്ക് തന്നെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗ്രേഡിങ് ഇപ്പോൾ ബ്രോയെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റർ ഇപ്പോൾ ശരത്തിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനൊന്നും ഒരു ഡിസൈനർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ചെയ്യും, അങ്ങോട്ട് ചെയ്യും, എല്ലാം ചെയ്യും, അത്രേ ഉള്ളൂ. ഈ എഡിറ്റിംഗ് നമ്മൾ ഇതിലോട്ട് എത്തിപ്പറ്റിയ കാര്യം പറഞ്ഞു. എഡിറ്റിംഗ് ആണ് എൻ്റെ കരിയർ, ഇതിലോട്ടാണ് ഇനി എനിക്ക് പോകേണ്ടത് എന്ന് തോന്നിയ ഏത് മൂമെന്റിലാണ്? ഇതന്നെ ഒരാൾ വിളിച്ച് ചാൻസ് തരുന്നില്ല, ആരും അഭിനയിപ്പിക്കണില്ല, കുറേ നടന്നതാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കൊണ്ടു നടന്നിട്ടുണ്ട്. ചെറുക്കൻ പഠിത്തത്തിൽ വലിയ ഒന്നും ഉണ്ടാക്കാൻ പോകണില്ല എന്ന് വീട്ടുകാർക്ക് പണ്ട് മനസ്സിലായി. ഏട്ടൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ ആ വഴിക്ക് കൊണ്ടുപോകാം. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ അഭിനയം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഈ അച്ഛൻ നമ്മുടെ ഈ എറണാകുളത്തൊക്കെ പണ്ട് ഞാൻ വരുന്നത് കലാഭവനിലാണ്. പണ്ട് വീട്ടുകാരുടെ വിചാരം എന്താ വെച്ചാൽ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ സിനിമ നടനാവും, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് വീട്ടുകാർ അങ്ങനെ കുറേ കൊണ്ടു നടന്നു. ഇവിടെ എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ എറണാകുളം വരുമായിരുന്നു കലാഭവനിൽ വെച്ചാൽ ഒന്നും ആയില്ല. അപ്പം നമ്മൾക്ക് മനസ്സിലാവുമല്ലോ നമ്മളിപ്പോൾ ഇത് പിന്നെ ഒരു പ്രായം എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ജോലിയിലേക്ക് കയറുക എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഡിറ്ററായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു സുഖം മനസ്സിലായി തുടങ്ങിയത്. പെട്ടെന്ന് തൊട്ട് പിന്നെ അത്